ശരിയായ സ്ഥലത്ത് തന്നെയാണ് എന്റെ കുഞ്ഞെത്തപ്പെട്ടത്. സ്വർഗത്തിലിരുന്ന് അവളെല്ലാം കാണുന്നുണ്ട്. അവളോട് ഞാൻ തെറ്റ് ചെയ്തെങ്കിലും അവന്റെ പേരിൽ നമ്മുടെ കുഞ്ഞ് ശിക്ഷിക്കപ്പെടില്ല. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ എന്റെ കുഞ്ഞിന്റെ ചോറൂണ് വലിയ നിലയിലാണ് നടക്കുന്നത്. ഈശ്വര, എന്റെ കുഞ്ഞിനെ എന്നും ഇങ്ങനെ തന്നെ കാത്തോളെ. ആരാ തൊട്ടുകൊടുക്കുന്നത്? നിങ്ങൾ തന്നെയാണോ? അല്ല, അച്ഛന്. എന്നാ പിന്നെ സാറും കൂടി ഇരിക്കും. എന്താ മാഷ്? അടുക്കള ഉണ്ടായിരുന്ന സ്ത്രീ എവിടെ? അവരൊക്കെ എപ്പോഴേ പോയല്ലോ. പോയോ? പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങളല്ലേ അവരെ കൊണ്ടുവന്നത്? ആ, പോലീസ് ചോദിക്കുമ്പോഴേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അവരാരാണെന്നും എന്താണെന്നും ഒക്കെ. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇനി നിങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞാൽ മതി. ആരാ നിങ്ങളോട് പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്? ദൈവദോഷം പറയല്ലേ മാഡം, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. ആ കുട്ടി ഞങ്ങളുടെ കൂടെ വന്നതുമല്ല.
ദേ, കള്ളം പറയരുത്. നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞ സത്യമാ. ഞങ്ങൾ വരുമ്പോ അവര് ഗേറ്റിന്റെ പുറത്ത് കാത്തു നിൽക്കായിരുന്നു. ഞങ്ങളോട് അവര് പറഞ്ഞത് ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്നാ. ജോലിക്കാരി നിങ്ങളുടെ കൂടെ വന്നതല്ലെങ്കിൽ പിന്നെ അവരാരാ? ജോലിക്കാരുടെ വേഷത്തിൽ അവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോ അവര് തന്നെയായിരിക്കും പായസത്തിൽ വിഷം ചേർത്തത്. വേറെ ആർക്കെങ്കിലും വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നതായിരിക്കും അവര്. എന്റെ ദേവി, 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാനും മാത്രം ഈ കുടുംബത്തോട് ഇത്രയും ശത്രുതയുള്ളത് ആരാ? എന്തായാലും ഇക്കാര്യം ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം. ആ, അവരാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ആ, ഭാഗ്യം കൊണ്ടാ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടത്. ദേ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങളെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ 2 പേരും ജയിലിൽ പോകേണ്ടി വരും. പറഞ്ഞേക്കാം. അപ്പോ പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, വരട്ടെ. ആദ്യം സേതുവേട്ടനോടും മറ്റുള്ളവരോടും വിവരം പറയാം. അവര് തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. വാ.